ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദ വാരിയേഴ്സ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് 2016 പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ഫാൻറ്റസി ആക്ഷൻ സിനിമയുമായിട്ടാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ കഥയിലേക്ക് പോകാം, അല്ലടാ? അപ്പോൾ കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. അവനൊരു ഗെയിം അഡിക്റ്റാണ്. അതും സ്വന്തമായിട്ട് ഗെയിം രൂപകൽപ്പന ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അത്രക്കും അഡിക്റ്റാണ് പുള്ളി. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അവൻ്റെ അമ്മക്ക് മാത്രമല്ല, ഏത് അമ്മയ്ക്കായിരിക്കും ഇഷ്ടപ്പെടുക ഇങ്ങനെ മോനെപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരുന്ന? ശരിയല്ലേ? സോ അവൻ്റെ അമ്മ വന്നിട്ട് ആ കമ്പ്യൂട്ടറൊക്കെ ഓഫാക്കിയിട്ട്, നീ എന്തിനാടാ മോനെ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കറിയാലോ നമ്മുടെ കഷ്ടപ്പാട് മുഴുവൻ. നിന്റെ കോളേജ് ഫീസ് അടക്കാൻ പോലും എനിക്ക് സാധിക്കാറില്ല. നീ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കോളർഷിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. പോരാത്തതിന് നീ ഇങ്ങനെ ഗെയിമും കളിച്ചുകൊണ്ടിരുന്ന നിന്റെ പഠിപ്പ് എവിടെ എത്തും? അതൊക്കെ ഇല്ലാണ്ടായി പോവില്ലേ? അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായകനെ ഉപദേശിക്കുകയാണ് അവൻ്റെ അമ്മ. പുള്ളിക്കാരൻ്റെ അമ്മ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ സമ്പാദിക്കുന്ന പണം മുഴുവൻ വീട്ടുവാടക കൊടുക്കുമ്പോഴേക്ക് തന്നെ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒരു പാർട്ട് ടൈമായിട്ട് പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ജാപ്പാനീസ് കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാവം ഹീറോയുടെ ലൈഫ്. നമ്മുടെ ഹീറോ കടയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ഒക്കെ കുറച്ച് തെറിച്ച പിള്ളേർ വന്നിട്ട് ഇവനെ ഇറിറ്റേറ്റ് ചെയ്യും. വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കും, തള്ളും പിടിച്ചൊന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സൈക്കിളുണ്ട്. അതിൽ വേഗത്തിൽ കുറേ സർക്കസൊക്കെ കാണിച്ചിട്ട് ഓടി അവൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് എത്തും. ഇത് ഒരു നിത്യ സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓടി പിടിച്ച് കടയിലെത്തിയ നായകനോട് കടയോടമ ചോദിക്കും, ഇന്നും അവന്മാർ നിന്നെ ശല്യപ്പെടുത്തിയല്ലേ? അവൻ പറഞ്ഞ്, എന്ത് ചെയ്യാനാ, ഇത് എപ്പോഴും നടക്കുന്നത് തന്നെയല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കും, അല്ല നിനക്ക് അവരോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞൂടെ, തിരിച്ച് ചെയ്തുകൂടെ? അയ്യോ അത്രക്കൊന്നും ധൈര്യം എനിക്കില്ലപ്പാ എന്ന് നായകൻ പറയുന്നു. നിനക്ക് ധൈര്യമൊക്കെ ഉണ്ടടാ, നീ അവരെക്കാളുമൊക്കെ ശക്തിശാലിയും ധൈര്യവാനും ഒക്കെയാണ്, നിനക്കത് പിന്നീട് മനസ്സിലായിക്കോളും എന്ന് കടയുടമ പറയുന്നു. ഏതായാലും വാ, കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് താഴെ എത്തിച്ചേക്കാമെന്നും പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നു. അങ്ങനെ നായകനും കടയുടമയും കൂടിയിട്ട് അവിടെ വന്നിരിക്കുന്ന ബോക്സുകളെല്ലാം എടുത്ത് താഴെ ഗോഡൌണിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അതിലൊരു ബോക്സ് നമ്മുടെ നായകൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഭരണി പോലുള്ള ഒരു പാത്രവും അതിന്റെ മുകളിൽ പഴയകാലത്തെ ഒരു സ്റ്റാച്യൂവും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചെക്കന് അതെന്തോ ഇഷ്ടപ്പെട്ടു. സോ ഇതെന്ത് സാധനമാണെന്ന് അവൻ കടയുടമയോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയും, എടാ നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നീ കുറേ കാലമായില്ലേ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, നീ അങ്ങ് എടുത്തോടാ, ഞാൻ ഗിഫ്റ്റായിട്ട് നിനക്ക് തന്നേക്കാം എന്ന് കടയുടമ പറയുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ നായകനും സന്തോഷമായി. അങ്ങനെ രാത്രി അതും എടുത്ത് വീട്ടിലേക്ക് വന്നിട്ട് അതൊക്കെ ഒന്ന് തൊട്ടു നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അവിടെ വെച്ച് കിടന്നുറങ്ങുന്നു. രാത്രി ആയപ്പോഴേക്കും ആ ഭരണിക്കുള്ളിൽ നിന്നും ഒരു വാറിയർ വന്നിട്ട് നമ്മുടെ ഹീറോയുടെ കഴുത്തിലേക്ക് വാള് വയ്ക്കും. ഞെട്ടിയണീറ്റ നായകൻ, അയ്യോ നിങ്ങളാരാ എന്ന് ചോദിക്കുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റ് എന്ന പേരിൽ ഒരുത്തനുണ്ടായിരുന്നില്ലേ, അവനെവിടെ എന്ന് ആ വാറിയർ ചോദിക്കുന്നു. ഉണ്ടോ, അത് ഞാനുണ്ടാക്കിയ ഗെയിമിലെ ക്യാരക്ടറാണോ, അയാളെ അന്വേഷിച്ചു വന്നിരിക്കുന്നു, താൻ ആരാടോ എന്ന് നായകൻ പറയുന്നു. ബ്ലാക്ക് നൈറ്റ് ഇവിടെയാണുള്ളത് എന്ന് എനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചു, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് വാറിയർ പറയുന്നു. എനിക്കൊരാളെ ഇവിടെ സംരക്ഷിക്കണം, ഞങ്ങളുടെ ശത്രു രാജ്യത്തിലുള്ളവർ അതിനെ അപഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വേണം അതിനെ സംരക്ഷിക്കാൻ എന്ന് ആ വാറിയർ പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു രാജകുമാരിയും വരുന്നു. ഈ രാജകുമാരിയെ സംരക്ഷിക്കാനാണ് ആ വാറിയർ നമ്മുടെ നായകനോട് പറയുന്നത്. അവളെ കണ്ടപ്പോഴേക്കും നായകൻ വീണ്ടും ഷോക്കായി. എവിടുന്നാണോ നിങ്ങളൊക്കെ കെട്ടിയെടുത്തിരിക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. അപ്പൊ ആ വാറിയർ നമ്മുടെ നായകനോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു വെപ്പൺ ഉണ്ടാവാറുണ്ടല്ലോ, അതെവിടെ? വെപ്പണോ? എനിക്ക് ഇനിയും 16 വയസ്സേ ആയിട്ടുള്ളൂ, വെപ്പണും കൊണ്ട് നടക്കാനൊന്നും പറ്റൂല എന്ന് നമ്മുടെ നായകൻ മറുപടി പറയും. അതിനുശേഷം ആ വാറിയർ നമ്മുടെ രാജകുമാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോടായിട്ട് പറയും, കുമാരി ഈ സ്ഥലമാണ് കുമാരിക്ക് ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഞാൻ പോയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് കുമാരിയെ വന്ന് കൂട്ടിക്കൊണ്ടു പൊക്കോളാം, അതുവരെ ഇവിടെ സേഫ് ആയിട്ടിരിക്കൂ എന്ന് ആ വാറിയർ പറയുന്നു. എന്താ ഇവിടെ സേഫ് ആയിട്ടിരിക്കാന്നോ? ഞാനും എൻ്റെ അമ്മയും തന്നെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, അതിനിടയിൽ ഇനി ഒരാളെയും കൂടി നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കാനാണോ എന്ന് നമ്മുടെ നായകൻ ആ വാറിയറിനോടായിട്ട് പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എനിക്ക് വേഗം പോകണമെന്നും പറഞ്ഞ് ആ വാറിയർ ആ ഭരണിക്കുള്ളിലേക്ക് ചാടിയിറങ്ങുന്നു. എന്ത് ജന്മാടെ ഇതൊക്കെ, ഇവനെന്തോന്നിവിടെ ഭരണിക്കുള്ളിലാണോ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നായകൻ പോയിട്ട് എത്തി നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരാളുമില്ല. തിരിച്ചു വന്ന് ഹീറോയിനോട് സംസാരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി നേരെ പോയിട്ട് ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. ചേടാ ഇതൊരു കട്ട തേപ്പായി പോയല്ലോ, എനിക്കിപ്പം ബെഡും ഇല്ല, അമ്മയോട് നാളെ എന്ത് പറയും, ഇതുപോലെ ഒരു പെണ്ണിനെ കൂടെ കയറ്റി താമസിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്ന് കൊല വിളിക്കുന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് നായകൻ ഇപ്പം നിലത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ നായിക എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ വീടിന്റെ ഗാർഡനിലേക്ക് പോയിട്ട് മാർഷ്യൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നായകൻ ഇത് കണ്ടപ്പോൾ തന്നെ, അയ്യോ ഇതിപ്പോ അമ്മയെങ്ങാൻ കണ്ടാ തീർന്ന് എന്ന് പറഞ്ഞിട്ട് ഓടി അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുന്നു, ജനലിന്റെ അടുത്ത് പോയി നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പിടിക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അമ്മയെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷമാണ് നമ്മുടെ നായകന് ശ്വാസം
ശ്വാസം ഒന്ന് നേരെ വീണത്. അതിനുശേഷം അവൻ നേരെ ആ രാജകുമാരിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്നാൽ എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കും, അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു മാളിലേക്ക് അവരെത്തുന്നു. അവിടെ എത്തിയപ്പോൾ നായികയാവട്ടെ ഒരുപാട് ഡ്രസ്സുകൾ എടുക്കുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, ഭയങ്കര സന്തോഷം. അവൾക്കതൊരു പുതിയ ലോകം തന്നെയല്ലേ ശരിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഓരോ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ. ഒരു പഴയ കാലത്ത് നിന്ന് വന്ന ഒരാൾക്ക് പുതിയ കാലത്തെ സാധനങ്ങളൊക്കെ കാണുമുണ്ടാകുന്ന ഒരു അത്ഭുതം നമുക്ക് അവളിൽ കാണാൻ സാധിക്കും. അതിനിടയിൽ നായകൻ അവൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു അടിപൊളി മോഡേൺ ഗേളായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. പക്ഷെ നായകനാവട്ടെ ടെൻഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇവളെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അമ്മ എവിടെ ഉണ്ടാകുമ്പോൾ അമ്മയോട് എന്ത് പറയും, ആ ഒരു ടെൻഷൻ തന്നെയാണ് പുള്ളിക്കാരന്. എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. അവളെ കണ്ട ഉടനെ അമ്മ ഇതാരടാ എന്ന് ചോദിക്കുന്നു. ഇവള് എൻ്റെ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നതാണ്, ജപ്പാനിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ ഹോസ്റ്റലൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് അമ്മയോട് കള്ളം പറയുന്നു. അമ്മ സന്തോഷത്തോടെ അവളെയും അവിടെ നിർത്താൻ സമ്മതിക്കുന്നു. നായികയ്ക്ക് നായകൻ്റെ അമ്മ ഒരുപാട് ഫുഡൊക്കെ കൊടുത്തു. അവളൊക്കെ അത് ആർത്തിയോടെ കഴിക്കുകയും ചെയ്തു. അവൾക്ക് ആ വീടും പരിസരമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. രാത്രിയായപ്പോൾ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ നായകൻ്റെ അമ്മ എങ്ങോട്ടേക്കോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരികയുള്ളൂ, അതുവരെ വീടും അവളെയും നന്നായിട്ട് നോക്കിക്കൊള്ളണമെന്ന് നായകനോട് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നും പോകുന്നു. നായകൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് നായികയെ നോക്കുമ്പോൾ അവള് പഴയതുപോലെ തന്നെ മാർഷ്യൽ ആർട്സിന്റെ ഒക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് പ്രാകൃത വേഷങ്ങൾ ധരിച്ച 2 പേര് അവിടേക്ക് വരികയും നായകനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇവരും വന്നത് ആ ഭരണിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാറിയർ നായകനെ ഏൽപ്പിച്ചു പോയത്. നായകൻ പരമാവധി ശ്രമിച്ചു നോക്കി നായികയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നായികയും അവരുമായിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവരെ പ്രതിരോധിക്കാൻ നായികയ്ക്കോ നായകനോ സാധിച്ചില്ല. നായികയെയും വലിച്ചെടുത്ത് അവർ ആ ഭരണിക്കുള്ളിലേക്ക് ചാടിയിറങ്ങി. ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകാതെ നമ്മുടെ നായകനും പിന്നാലെ തന്നെ ആ ഭരണിക്കുള്ളിലേക്ക് കയറുന്നു. അതിനുള്ളിലേക്ക് ഒരു ഏണി ഉണ്ടായിരുന്നു. അവൻ അതിലൂടെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. പൊത്തോന്ന് അവൻ മറ്റൊരു ലോകത്ത് പോയി വീഴുന്നു. എവിടെയാണെന്ന് നോക്കുമ്പോൾ ആ വാറിയർ ഉണ്ടായിരുന്നല്ലോ ആദ്യം രാജകുമാരിയെ ഇവനെ ഏൽപ്പിച്ചത്, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പോയി വീഴുന്നത്. നായകൻ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ വാറിയറിനെ അറിയിക്കുന്നു. കുറച്ചുപേർ വന്ന് നായികയെ തട്ടിക്കൊണ്ടുപോയെന്ന് അവൻ വാറിയറിനോട് പറയുന്നു. നിനക്ക് തന്നത് ഒരു ചെറിയ ജോലിയാണ്, അതുപോലും നേരാവണ്ണം ചെയ്യാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ആ വാറിയർ നായകനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നു. അപ്പോഴേക്കും ആ സ്ഥലത്തേക്ക് വില്ലന്റെ ആൾക്കാർ എത്തിയിരുന്നു. അതായത് ശത്രുരാജ്യത്തിന്റെ രാജാവിന്റെ പടയാളികൾ. ആ പടയാളികളെല്ലാം വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ വാറിയർ അവരുമായി യുദ്ധം ചെയ്ത് തങ്ങളെ തന്നെ ഡിഫെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു മന്ത്രവാദി എത്തുകയും അദ്ദേഹം അവിടെ വന്നിരിക്കുന്ന എല്ലാ ദുഷ്ട പടയാളികളെയും ഫ്രീസ് ചെയ്യുന്നു. അതിനുശേഷം നേരെ നായകന്റെ അടുത്ത് വന്നിട്ട് എനിക്കിവിടെ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ, വാ ഞാൻ എല്ലാം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് നായകനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ആ മന്ത്രവാദി നടന്ന കാര്യങ്ങളൊക്കെ നായകനോട് പറയുന്നു. നമ്മുടെ വാറിയർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ 7 പേരുണ്ടായിരുന്നു. രാജാവിനെ ഏതു വിധേനയും രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അങ്ങനെ ഒരിക്കൽ ശത്രുരാജ്യത്തെ രാജാവ് അവരെ ആക്രമിക്കുന്നു. അതോടൊപ്പം അവരുടെ കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറി ഭക്ഷണത്തിൽ വിഷം കലർത്തി രാജാവിനെയും ആ വാറിയേഴ്സിനെയും കൊല്ലുന്നു. അതിൽ ബാക്കിയായത് ഇദ്ദേഹം മാത്രമാണ്. ആ രാജാവിന്റെ മകളാണ് നായകനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച രാജകുമാരി. അങ്ങനെ ബാക്കിയായ രാജകുമാരിയെയും ശത്രുരാജാവ് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവളെ കൂടി കൊന്നുകഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ അയാളുടെ അധീനതയിലാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാജകുമാരിയെ ഈ വാറിയർ നമ്മുടെ നായകനെ ഏൽപ്പിക്കുന്നത് എന്ന് ആ മന്ത്രവാദി നമ്മുടെ നായകനോട് പറയുന്നു. സംഭവങ്ങളൊക്കെ ശരി തന്നെ. റിംബോച്ചിയെ രക്ഷിക്കാൻ നമ്മുടെ തൈപ്പറമ്പിൽ അശോകേട്ടനെ നേപ്പാളുകാർ തെരഞ്ഞെടുത്തത് ഓക്കെ, പക്ഷെ നിങ്ങളെങ്ങനെ എന്നെ ചൂസ് ചെയ്തു എന്ന് നായകൻ മന്ത്രവാദിയോട് ചോദിക്കുന്നു. അതോ അനിയാ, അതായത് എൻ്റെ കയ്യിലൊരു സ്റ്റോൺ ഉണ്ട്, ഒരു മന്ത്രക്കല്ല്. അത് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് വാറിയേഴ്സ് ഒക്കെ വന്നു. പക്ഷെ അവരെയൊന്നും എനിക്കങ്ങനെ പൂർണ്ണ തൃപ്തി വന്നില്ല. അവസാനമാണ് ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്ന ഒരു വാരിയറിനെ കാണിച്ചത്. അങ്ങനെ അയാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് മന്ത്രവാദി നായകനോട് പറയുന്നു. പക്ഷേ ഈ ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്, ഞാൻ കളിക്കുന്ന ഗെയിമിലെ ഒരു ക്യാരക്ടർ മാത്രമാണത് എന്ന് നായകൻ പറയുന്നു. ഈ ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗെയിം ക്യാരക്ടർ ആണെങ്കിലും അതിനെ കൊണ്ട് കളിപ്പിക്കുന്നത് നീയാണ്, അതായത് നീ തന്നെയാണ് ബ്ലാക്ക് നൈറ്റ്. ആ ക്യാരക്ടറിന് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിന് പോകണമെങ്കിലും ആ പോരാളിക്ക് ഒരുപാട് സ്കില്ലുകൾ വേണം. അതുപോലെ തന്നെയാണ് ഇതും. സോ ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ പുറത്ത് കാണിക്കുന്ന ഓരോ സ്കില്ലുകളും നിനക്കുള്ളത് തന്നെയാണ്, അതായത് നീയാണ് ബ്ലാക്ക് നൈറ്റ്. അതുകൊണ്ടാണ് എൻ്റെ മന്ത്രക്കല്ല് നിന്നെ കാണിച്ചു തന്നതും. ഇനി ഈ രാജ്യത്തെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ
സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് മന്ത്രവാദി നായകനോട് പറയുന്നു. അത് കേട്ടപ്പോൾ നായകന് സന്തോഷമാവുകയും കുറച്ച് എന്താ പറയുക ഒരു ഗമ കാണിക്കുകയൊക്കെ ചെയ്യുന്നു. പുള്ളിക്കാരൻ ഓൾറെഡി ഈ ഗെയിം കളിക്കുന്നതും അതിൽ ജയിക്കുന്നതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണല്ലോ. ഇതിപ്പോൾ വേറൊരു ലോകം, ഒരാൾ വന്നിട്ട് നമ്മളെ രാജ്യത്തെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ശരി, ഞാൻ എങ്ങനെയെങ്കിലും ശത്രുരാജാവിന്റെ അടുത്ത് നിന്നും രാജകുമാരിയെ രക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കാമെന്ന് നായകൻ വാക്ക് നൽകുന്നു. അതോടെ ആ മന്ത്രവാദി നമ്മുടെ വാറിയറിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം മന്ത്രവാദി അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ വാറിയറും നമ്മുടെ നായകനും രാജകുമാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുരാജ്യത്തേക്ക് പുറപ്പെടുകയാണ്. ഇനി അങ്ങോട്ടേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ 2ാമത്തെ പാർട്ടിൽ പറയാം. അതുപോലെ അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ.